ദൈവത്തിരുനാമം മോശപ്പെടുമാറാകട്ടെ. ഇന്ന് നമുക്ക് വേദപുസ്തകത്തിൻ്റെ നമുക്കറിയാം, ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പല വ്യക്തികളെ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. അതിലൊരു വ്യക്തി അപ്പോസ്തല പ്രവർത്തിക്കകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ പരിചയപ്പെടുത്തുന്ന ബർണബാസ് എന്ന വാക്കിൻ്റെ അർത്ഥം ദ മാൻ ഓഫ് എൻകറേജ്മെൻറ്റ്. നമുക്ക് ആ വ്യക്തിയെ ഒന്ന് പരിചയപ്പെടാം. ഇന്ന് ബർണബാസ് ആക്ട്സ് 4:36 ഇങ്ങനെ എഴുതിയിരിക്കുന്നു: പ്രബോധനപുത്രന് അർത്ഥമുള്ള ബർണബാസ് എന്ന അപ്പോസ്തലൻ, മറുവിളിച്ച കുശനായ യോസഫ്. ഇവരെ പറ്റിയാണ് പറയുന്നത്. ഈ ബർണബാസ് അപ്പോസ്തലന്മാർ ഈ സഭ തുടങ്ങിയപ്പോൾ അവരുടെ കാൽക്കാലിൽ ഈ അവരുടെ വസ്തുവും വീടും ഒക്കെ വിറ്റിട്ട് കൊണ്ടുവച്ചു. അതുപോലെ ആയിരുന്നു ഈ ബർണബാസ് അങ്ങനെ തൻ്റെ കാലിൽ വെച്ചിട്ട് ശിഷ്യന്മാരുടെ കൂടെ നോക്കുക. ആ സമയത്ത് ഒരു നടന്നു. സൗൾ സഭയെ ശിക്ഷിക്കാനായിട്ട് ദമാസ്കസിലേക്ക് പോവുക. അവിടെ വെച്ച് യേശു അവനെ പിടിച്ചു. അവസാനം ശൗൽ താഴെ വീണിച്ച് നീ ആരാകുന്നു എന്ന് ചോദിച്ചപ്പോൾ നീ ഉപദ്രവിക്കുന്ന യേശുവാണെന്ന് പറഞ്ഞു. അവിടെ വെച്ച് ശൗൽ മാനസാന്തരപ്പെട്ടു. ആ ശൗൽ മാനസാന്തരത്തിൽ സ്നാനമേറ്റ ശേഷം 3 വർഷം അറേബ്യയിലേക്ക് പോയി. തിരിച്ചു വരുമ്പോൾ ശിഷ്യന്മാരോട് കൂടാൻ ആഗ്രഹിച്ചു. അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അവൻ എരുശലേമിലെത്തിയാറെ ശിഷ്യന്മാരോട് ചേരുവാൻ ശ്രമിച്ചു. എന്നാൽ ഒരു ശിഷ്യൻ എന്ന് വിശ്വസിക്കാതെ എല്ലാവരും അവനെ പേടിച്ചു. അപ്പോസ്തല പ്രവർത്തികൾ 9:26. ശിഷ്യന്മാരവനെ അടുപ്പിച്ചില്ല. അപ്പോൾ എൻ്റെ താഴോട്ട് എഴുതിയിരിക്കുന്നു 27-ാം വാക്യത്തിൽ: ബർണബാസോ അവനെ കൂട്ടി അപ്പോസ്തലന്മാരുടെ അടുക്കൽ കൊണ്ടുചെന്ന് അവൻ വഴിയിൽ വെച്ച് കർത്താവിനെ കണ്ടതും കർത്താവ് അവനോട് സംസാരിച്ചതും ദമാസ്കൂസിൽ അവൻ യേശുവിൻ്റെ നാമത്തിൽ പ്രവർത്തനം സംസാരിച്ചും എല്ലാം അവരോട് വിവരിച്ചു പറഞ്ഞു. പൗലോസിനെ, അല്ലെങ്കിൽ അന്ന് ശൗലിനെ ചേർത്ത് പിടിക്കുവാൻ ഒരു ബർണബാസ് ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെക്കാരൻ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ 12 അപ്പോസ്തലന്മാർ തള്ളിയ പൗലോസ് പിന്നീട് പൗലോസായി. ആ പൗലോസിനെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ചേർത്ത് പിടിച്ചത് ആരാന്നറിയാമോ? ഒരു ബർണബാസ്. ഞാനും നീയും സഭയ്ക്കുള്ളിലൊരു ബർണബാസാണോ? ആർ യു എ ബർണബാസ്? പൗലോസ് അതിശക്തമായ ശുശ്രൂഷ ചെയ്തു. പിൻകാലത്ത് ചേർത്ത് പിടിച്ച 2 കരമാരുടെയാണെന്നറിയാമോ? ബർണബാസിൻ്റെ. 12 ശിഷ്യന്മാർ തള്ളിക്കളഞ്ഞപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേട്ട് അവനെ ചേർത്ത് പിടിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവനെ സഹായിച്ചു. പിന്നീട് പൗലോസ് നമുക്കറിയാം അതിശക്തമായ ശുശ്രൂഷ ചെയ്തു. ആ ശുശ്രൂഷ അവസാന കാലത്ത്, അന്ത്യകാലത്ത് അവന് അതിഭക്തമായ ഒരു റിവാർഡ് കൊടുക്കും. എൻ്റെ വിശ്വാസം ഞാൻ പറയാം, അന്ന് ഈ ബർണബാസിനെ വിളിക്കും. ഈ പൗലോസിനെ പൗലോസാക്കിയത്, ഈ ശൗലിനെ പൗലോസാകാൻ സഹായിച്ചത് ബർണബാസെ, നിൻ്റെ കരങ്ങൾ വാ, അതുകൊണ്ട് നിനക്കും പ്രതിഫലമുണ്ട്. നാളുകളിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ആരെയൊക്കെ ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കർത്താവിൻ്റെ വേലയിൽ? താഴോട്ട് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്കറിയാം, അവിടെ പരിശുദ്ധാത്മാവ് എഴുതി വച്ചിരിക്കുന്നു അപ്പോസ്തല പ്രവൃത്തിയിൽ 13:2 ബർണബാസിനെയും ശൗലിനെയും എൻ്റെ വേലയ്ക്കായി വേർതിരിക്കുകയും. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്ലാനിങ് ആയിരുന്നു ശൗൽ അവിടെ വരണമെന്ന്. പക്ഷേ അതിന് തടയിട്ടപ്പോഴും അതിന് നേരെ നിൽക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരുക്കിയത് ബർണബാസിനെയാണ്. താഴോട്ട് വരുമ്പോൾ ഒരു മർക്കോസിൻ്റെ കാര്യം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതായത് അപ്പോസ്തല പ്രവർത്തിയിൽ 12:25 ബർണബാസും ശൗലും ശുശ്രൂഷ വെച്ച് മർക്കോസ് എന്ന് മറുപേരുള്ള യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് യെരുശലേം വിട്ടു വന്നു. അപ്പോൾ മർക്കോസിനെ കൂടെ ഒരു ശുശ്രൂഷയിൽ കൂട്ടുക. കുറച്ച് കഴിഞ്ഞപ്പോൾ താഴോട്ട് വരുമ്പോഴുണ്ട് അപ്പോസ്തലർ 13:13 പൗലോസും കൂടെയുള്ളവരും പാഫോസിൽ കപ്പൽ നീക്കി പ്രഫുല്ല നഗരത്തിലെ പെർഗോസിൽ ചെന്നു. അവിടെ വെച്ച് യോഹന്നാൻ അവരെ വിട്ടുപിരിഞ്ഞു. അതായത് മർക്കോസ് വിട്ടുപിരിഞ്ഞു, യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. അതവർക്ക് വളരെ വേദന ചെയ്യുന്നൊരു കാര്യമായിരുന്നു. വീണ്ടും ഈ മർക്കോസ് ഇവരുടെ കൂട്ടത്തിൽ കൂടാൻ നോക്കി. അന്ന് അപ്പോസ്തല പ്രവർത്തികൾ 15:36 മർക്കോസ് എന്ന യോഹന്നാനെ കൂട്ടിക്കൊണ്ടുവരാൻ ബർണബാസ് ഇച്ഛിച്ചു. പൗലോസോ പ്രഫുല്ലയിൽ നിന്ന് തങ്ങളെ വിട്ട് പ്രവർത്തിക്ക് പോയവനെ കൂട്ടിക്കൊണ്ടു പോകുന്ന യോഗ്യമല്ല എന്ന് നിരൂപിച്ചു. അങ്ങനെ അവർ തമ്മിൽ ഉഗ്രവാദമുണ്ടായിട്ട് വേർപിരിഞ്ഞു. ബർണബാസ് മർക്കോസിനെ കൂട്ടി കപ്പൽ കയറി കുപ്രോസിലേക്ക് പോയി. നിങ്ങൾക്കറിയാം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ പിന്തുണ ഉണ്ടായിരുന്ന പൗലോസിന് അവിടെ വെച്ച് തെറ്റി. മർക്കോസിനെ കൂട്ടാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ടാന്ന് പറഞ്ഞ് അവിടെ വെച്ച് ഉഗ്ര വഴക്കുണ്ടായിട്ട് അവർ തമ്മിൽ വേർപിരിയുക. പക്ഷേ
ആ മർക്കോസിനെ ചേർത്ത് പിടിക്കാൻ അന്നൊരു ബർണബാസ് ഉണ്ടായിരുന്നു. പിൽക്കാലത്ത് മർക്കോസിൻ്റെ സുവിശേഷം എഴുതാൻ ഭാഗ്യം കിട്ടിയ ആ മർക്കോസ് അന്ന് എഴുതാൻ കാരണക്കാരനെന്നറിയാമോ? ഒരു ബർണബാസ്. ഇന്നാൾ രാവിലെ കാലം ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, സഭയോട് ചേർത്ത് പിടിക്കാൻ പിൽക്കാലത്ത് ഒരു പക്ഷേ ബർണബാസ് ഒരു സുവിശേഷം എഴുതിയില്ല. ബർണബാസ് ഒത്തിരി അത്ഭുത പ്രവർത്തികൾ നടത്തതായിട്ട് ഇതിനകത്തില്ല. പക്ഷേ അദ്ദേഹം സുവിശേഷം വേല ചെയ്തു. പക്ഷേ അദ്ദേഹത്തിൻ്റെ വേലയിൽ ഓർമ്മിപ്പിക്കുന്നത് ഒരു പൗലോസ്ലീഹായെ ഒരു ശൗലിനെ പൗലോസ്ലീഹാക്കാൻ, അവൻ്റെ വേലയുടെ പുറകിൽ നിൽക്കുവാൻ, ഒരു ബർണബാസ് ഒരു മർക്കോസിനെ ചേർത്ത് പിടിക്കുവാൻ ദൈവം ഒരുക്കിയത് ഒരു ബർണബാസിനെയാണ്. ക്യാൻ യു ബി എ ബർണബാസ് ഇൻ ദ മിനിസ്ട്രി? ദാറ്റ് ഇസ് ദ ക്വസ്റ്റ്യൻ ടുഡേ. പിൽക്കാലത്ത് പൗലോസ് എഴുതി 3 ലേഖനങ്ങളിൽ 13 ലേഖനങ്ങൾ എഴുതിയ പൗലോസ്ലീഹ 3 ലേഖനങ്ങൾ ഇങ്ങനെ എഴുതി. തീമോത്തിയോസിൻ്റെ ലേഖനത്തിൽ ലൂക്കോസ് മാത്രമേ എൻ്റെ കൂടെയുള്ളൂ, മർക്കോസിനെ എനിക്ക് ശുശ്രൂഷയ്ക്കായി ഉപയോഗമുള്ളവനാകാൻ അവനെ കൂട്ടിക്കൊണ്ടുവരിക. ഇപ്പം പൗലോസിന് മനസ്സിലായി മർക്കോസ് എനിക്ക് ഉപകാരപ്രദനാണ്. പക്ഷേ ചേർത്ത് നിർത്തിയത് ആരാന്നറിയാമോ? ഒരു ബർണബാസ്. വീണ്ടും കൊലാസ്യ ലേഖനം 4:10 എൻ്റെ സഹസ്മതനായ അർഹീഹോസും ബർണബാസിൻ്റെ മച്ചനുമായ മർക്കോസും അവനെക്കുറിച്ച് നിനക്ക് കൽപ്പന കിട്ടിയിട്ടുണ്ടല്ലോ, അവൻ നിങ്ങളുടെ അടുക്കൽ വന്നാൽ അവനെ കൈക്കൊള്ളുവിൻ. വീണ്ടും എഴുതുന്ന ഫിലമോനിൽ എൻ്റെ കൂട്ടുവേലക്കാരനായ മർക്കോസ്. അവിടെ ആകുമ്പോഴത്തേക്ക് മർക്കോസ് കൂട്ടുവേലക്കാരനായി. കാരണം ആരാണെന്നറിയാമോ? ഒരു ബർണബാസ് അന്ന് ഉഗ്ര വഴക്കുണ്ടായിട്ട് അന്ന് ചേർത്ത് നിർത്തിയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ മർക്കോസ്, ദൈവം ഒരു പക്ഷേ ബർണബാസിന് പകരം വേറെ ആരും ഉപയോഗിക്കുമായിരിക്കാം. നമ്മൾ ചേർത്ത് നിർത്തിയില്ലെങ്കിലും വേറെ ആരെങ്കിലും ഉപയോഗിച്ച് ദൈവം തൻ്റെ വേല പൂർത്തീകരിക്കും. വ്യക്തമായിട്ട് അറിയാവുന്നൊരു കഥയുണ്ട്. നിങ്ങൾക്കറിയായിരിക്കും പാസ്റ്റർ പൗലോസ്. അദ്ദേഹം ഇന്ന് നിത്തയില്ല. അദ്ദേഹം മുന്നേ ഇരിക്കുമ്പോൾ അന്ന് ഞാൻ ചെന്നൈയിൽ വെച്ചൊരു മീറ്റിംഗ് നടക്കുമ്പോൾ അന്ന് ഇദ്ദേഹത്തെ വിളിച്ചത് ഒരു സ്ഥലത്തേക്കാണ്. ആക്ച്വലി അദ്ദേഹം അവിടെ ശുശ്രൂഷ ചെയ്തു. കുറേ നാളുകൾ ശുശ്രൂഷ ചെയ്തപ്പോൾ ഒരു പ്രവാചകന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു, ഞാൻ ആക്ച്വലി വിളിച്ചത്, ആ വിലയ്ക്കായി വിളിച്ചത് ഒരു തമിഴിയനെയാണ്. വെൻ ഹീ റെഫ്യൂസസ് ഇറ്റ് ഐ കോൾ പാസ്റ്റർ പൗലോസ്. അദ്ദേഹം മുന്നേ ഇരിപ്പുണ്ട് ആ സമയത്ത്. അദ്ദേഹത്തിൻ്റെ ബുക്കിനകത്ത് അതുണ്ട്. നമ്മൾ വേലയ്ക്ക് പോയില്ലെങ്കിലും നമ്മൾ കൂട്ടിച്ചേർത്ത് നിർത്തിയില്ലെങ്കിലും ദൈവം വേറെ ആരെങ്കിലും അന്ന് അത് പറയുമ്പോൾ ശരിക്കും എൻ്റെ തലയ്ക്കകത്തോട്ടൊരു ഒരു തടിയട്ടി അടിക്കുന്ന പോലെ തോന്നിയത്. കാരണം ന്യായവിസ്താര നാളിൽ ഞാൻ കർത്താവിൻ്റെ ജഡ്ജ്മെൻറ്റ് സീറ്റിന് മുമ്പിൽ നിൽക്കുമ്പോൾ നിന്നെക്കൊണ്ട് ഞാൻ ഉദ്ദേശിച്ച വേല നീ നിരസിച്ചതുകൊണ്ട് ഞാൻ ഒരു ഗോപാലകൃഷ്ണനെ കൊണ്ടോ ഒരു മർക്കോസിനെ കൊണ്ടോ ചെയ്യിച്ചു എന്ന് പറയുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് നോക്കണം. ഒരു ബർണബാസ് കൂട്ടിച്ചേർത്ത് നിർത്തിയതുകൊണ്ട് സഭയുടെ പിൽക്കാലത്ത് ഇന്നും പൗലോസിൻ്റെ ലേഖനവും മർക്കോസിൻ്റെ ലേഖനവും ഒക്കെ നമ്മളെ ഇത് ചെയ്യുന്നു. അതിൻ്റെ പുറകെ പ്രവർത്തിച്ചാരെന്നറിയാവും. 2000 വർഷങ്ങൾക്ക് ശേഷവും അത് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കും. കാരണം എന്താ? ഒരു ബർണബാസ് കൂട്ടിച്ചേർത്ത് നിൽപ്പാനുണ്ടായിരുന്നു. ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്നറിയാമോ? ജോലി കിട്ടിയതും നല്ല ശമ്പളം കിട്ടിയതും മക്കളും അല്ലെങ്കിൽ കുടുംബം ഉണ്ടായതൊന്നുമല്ല. അതൊക്കെ നല്ലതാണ്, ലോകപ്രകാരം അതൊക്കെ നല്ലതാണ്. പക്ഷേ വേദപുസ്തകത്തിൻ്റെ പ്രമാണമനുസരിച്ച് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 2 പറയുന്നുണ്ട്. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. ഞാൻ നിന്നെ ഒരു വലിയ ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും. അവിടെ നിർത്തിയില്ല, നീ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാകും. ഇന്ന് രാവിലെ കാലം ഞാൻ ചോദ്യം ചോദിച്ചേ, ആർ യു എ ബ്ലെസ്സിങ് ഫോർ അതേഴ്സ്? ആർ യുവർ ലൈഫ് ഈസ് എ ബ്ലെസ്സിങ് ഫോർ അതേഴ്സ്? ലോകത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്നറിയോ? മറ്റുള്ളവർക്കൊരു അനുഗ്രഹമാകണം. മറ്റുള്ളവർക്ക് അനുഗ്രഹമാണോ പൗലോസ്? മറ്റുള്ളവർക്ക് അനുഗ്രഹം. 2000 വർഷങ്ങൾക്ക് ശേഷം ഇന്നും ആ മനുഷ്യനെ നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക. ബർണബാസിൻ്റെ ശുശ്രൂഷ നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ എത്ര പേർക്ക് പറയാൻ കഴിയും, കർത്താവേ എന്നെ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമാകണം, ഞാൻ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമാണോ? ഇന്ന് നമ്മളോട് തന്നെ ആ ചോദ്യം ചോദിക്കുക. എനിക്കറിയാം, പണ്ട് 10-15 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പാസ്റ്റർ പറഞ്ഞൊരു കഥ. അന്ന് പാറോട്ടുകുണത്താണ് നമ്മുടെ ചർച്ച്. ആ ചർച്ചിൽ കുറച്ച് അമ്മച്ചിമാർ വരുന്നുണ്ട്. അവരൊക്കെ പ്രായമുള്ളവരാണ്. അവരുടെ മക്കളെല്ലാം വെളിയില്ല, എല്ലാം ഉണ്ട്. ഞായറാഴ്ച കാറ് വരും, അവരെ കൊണ്ടുവന്ന് ചർച്ചിലിറക്കും, തിരിച്ചു കൊണ്ടുപോകും. ഇപ്പം അന്ന് പാസ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഒരു ശുശ്രൂഷ ഉണ്ടായിരുന്നു. ഈ വിജ്ഞാനമുള്ളവരെ പോയി ഒന്ന് കാണും. അവരെ പോയി അവരുടെ കൂടെ കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ച് അവരുടെ കൂടെ ഒന്ന് പ്രാർത്ഥിച്ചിറങ്ങിപ്പോരും.
അന്ന് പറഞ്ഞൊരു കഥ, ഒരു അമ്മച്ചിയുടെ വീട്ടിൽ ചെന്നപ്പോൾ അമ്മച്ചി പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ചർച്ചിൽ വരുന്നത് എന്തിനാണെന്നറിയാമോ? നിങ്ങളെ നല്ല പ്രസംഗം കേട്ടും, അല്ലെ അവിടുത്തെ നല്ല ചർച്ച് കണ്ടിട്ടും, അല്ലെ അവിടുത്തെ നല്ല വർഷിപ്പിനെ കണ്ടിട്ടും, മറ്റൊന്നുമില്ല, അതെല്ലാം നല്ലതാണ്. പക്ഷെ ഞാൻ വരുന്നത് എന്തിനാണെന്നറിയാമോ? ഞായറാഴ്ച രാവിലെ ഞാൻ നിങ്ങളുടെ ചർച്ചിൻ്റെ മുന്നിൽ കൊണ്ട് കാർ നിർത്തുമ്പോൾ ഒരു അഷറുണ്ട്, ഒരു ലേഡി, ഒരു കൊച്ചു പെണ്ണ്, 18-20 വയസ്സ് കാണും. അതോടി ആ കാറിൻ്റെ അടുക്കിലേക്ക് വരും. എൻ്റെ കാറിൻ്റെ ഡോർ തുറന്നിട്ട് അതെന്നെ കൈ പിടിച്ചിറക്കും. എന്നിട്ട് ഡോർ അടച്ചിട്ട് എന്നെ ഒന്ന് ഹഗ് ചെയ്യും. എന്നിട്ട് എൻ്റെ കൈ പിടിച്ച് എന്നെ അകത്തുകൊണ്ടിരുത്തും. ഞായറാഴ്ച ഞാൻ വരുന്നത് ആ ഒരു ഹഗ്ഗിന്. ഇന്ന് രാവിലെ കാലം ഞാൻ ചോദ്യം ചോദിച്ചോട്ടെ, ഒന്ന് ചേർത്ത് നിർത്തിയാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ നമ്മുടെ ചുറ്റുമുള്ളവരുടെ. ഒന്ന് ചേർത്ത് നിർത്തിയാൽ, ഞാൻ നിനക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞാൽ, ഞാൻ നിന്നെ ഒന്ന് ചേർത്ത് നിർത്തി ഞങ്ങളൊന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ പലരെയും. അതിന് സഭ തയ്യാറാണോ? അതാണ് നമ്മുടെ ചോദ്യം. ഞാൻ തയ്യാറാണോ? കർത്താവേ, ഇതിന് വലിയ അഭിഷേകമൊന്നും വേണ്ട. വേണോ? വലിയ അഭിഷേകമൊന്നും വേണ്ട. ഇതിന് വലിയ കോളിങ്ങും വേണ്ട. ദൈവം എന്താ നമ്മളെ വിളിച്ച്, എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. യോഹന്നാൻ 7:38. എന്നിൽ വിശ്വസിക്കുന്നതും ജീവജലത്തിൻ്റെ നദികളും. നമ്മളിൽ നിന്നും നദി ഒഴുകുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. രാവിലെ കാലം നമുക്കൊന്ന് നോക്കാം, കർത്താവേ, എന്നിൽ നിന്നും ജീവജലത്തിൻ്റെ നദി ഒഴുകുന്നുണ്ടോ, അതോ കെട്ടിക്കിടക്കുകയാണോ? റിവർ ജോർദാൻ നമുക്കൊരു വിഷയം അറിയായിരിക്കും. അത് ഹെബ്രോൺ മലയിൽ നിന്ന് തുടങ്ങിയിട്ട് ഇങ്ങോട്ട് വന്ന് ഗലീല കടലിൽ വീഴും. ഗലീല കടലിൽ നിന്നും വീണ്ടും ഗലീല അത് വിട്ടുകൊടുക്കും. അത് നേരെ പോയി ചാവുകടലിൽ വീഴും. അറിയാമോ? ഗലീല കടൽ അത് സ്വീകരിക്കുന്നു, അത് തിരിച്ചു കൊടുക്കുന്നു. അവിടെ ലൈഫുണ്ട്. പക്ഷേ സ്വീകരിക്കുന്ന മാത്രമായ ചാവുകടലിൽ ലൈഫില്ല. തിരിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായതിന് വലിയൊരു അർത്ഥമുണ്ട്. നമ്മൾ സ്വീകരിക്കുന്നു, കൊടുത്താൽ നമ്മളിൽ ലൈഫ് നിൽക്കും. നമ്മൾ കൊടുക്കുന്നില്ലെങ്കിൽ നമ്മളും ആത്മീയമായ ഒരു ചാവുകടലാണ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപാട് പുസ്തകം 3-ാം അധ്യായത്തിൽ സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക, ജീവനുണ്ട് എന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാണ്. ജീവനുണ്ട് എന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാണ്. ഇന്ന് രാവിലെ കാലം അതേ സമയത്ത് ഫിലാദെൽഫിയ സഭയ്ക്ക് കൊടുക്കുന്നൊരു ദൂതുണ്ട്, നിനക്ക് അല്പമേ ഉള്ളൂ, പക്ഷേ നീ എൻ്റെ വചനം കാത്തു. ഇന്ന് രാവിലെ കാലം ഞാൻ ചോദിച്ചോട്ടെ, കർത്താവ് നമ്മളോട് എന്ത് പറയും? നിനക്ക് അല്പമേ ഉള്ളൂ, പക്ഷേ നീ അത് കാത്തു, നീ അത് സൂക്ഷിച്ചു, നീ എന്നെ ഒന്ന് ചേർത്ത് പിടിച്ചു, നീ അനേകരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അനേകരെ നിന്നു എന്ന് പറയുന്നൊരു അനുഭവം ഉണ്ടോ? അതോ നമ്മളെയൊക്കെ ദൈവം വിളിക്കുന്ന പേര് ചാവുകടൽ നിന്നാണോ? നമ്മളിൽ നിന്നും പുറത്തോട്ട് ഒഴുകുന്നുണ്ടോ എന്തെങ്കിലും? ദൈവം നമ്മളെ വിളിച്ചത് എന്തിനാ? ഇൻവേർഡ് ക്രിസ്ത്യനായിട്ടല്ല, ഔട്ട്വേർഡ് ക്രിസ്ത്യനായിട്ടാണ് വിളിച്ചത്. പക്ഷെ നമുക്കുള്ള ദോഷം, നമ്മൾ പലരും ഇൻവേർഡ് ക്രിസ്ത്യൻസാണ്. ദാറ്റ് ഈസ് ദ ബേസിക് പ്രോബ്ലംസ്. മർക്കോസ് ബർന്നബാസിനെ പോലെ ഒന്ന് ചേർത്ത് നിർത്തുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടോ? ദൈവം നമ്മളോട് ഒന്നും ചോദിക്കുന്നില്ല, ഒറ്റ കാര്യമേ ചോദിക്കുന്നുള്ളൂ, വാട്ട് ഈസ് ഇൻ യുവർ ഹാൻഡ്. നമ്മൾ ചോദിക്കുന്നു, കർത്താവ് എനിക്ക് വലിയൊരു അഭിഷേകമൊക്കെ വേണ്ട ഇത് ചെയ്യാനായിട്ട്. നോ. കർത്താവ് മോശയോട് ചോദിച്ചത്, നിൻ്റെ കയ്യിൽ എന്തോ ഉണ്ട്? കർത്താവ് പണ്ട് ഇത്രോയെ കൂടെ നിന്നപ്പോൾ ഞാൻ ആടിനെ മേയിച്ച വടിയുണ്ട് മോനെ, അത് മതി, നീ അത് നീട്ട്. ചെങ്കടൽ രണ്ടായി. ഇന്ന് രാവിലെ കാലം കർത്താവ് ചോദിക്കുന്നു, നിൻ്റെ കയ്യിൽ എന്തോ ഉണ്ട്? അത് മതി, അത് മാത്രം മതി. എൻ്റെ വാക്കിന് നീ വലയിറക്കിയാൽ അതിനകത്ത് മീൻ കിട്ടിയിരിക്കും, ഉറപ്പാണ്. മോശ അനുസരിച്ചു. ആ വടി നീട്ടി, ചെങ്കടൽ പിളർന്നു, ഇസ്രായേൽ ജനം നടന്നുപോയി. വീണ്ടും മരുഭൂമിക്കൂടെ യാത്ര ചെയ്യുമ്പോൾ ഇതേ വടി, അതായത് അവർക്ക് വെള്ളമില്ല. ഇസ്രായേൽ ജനം ബഹളം ഉണ്ടാക്കിയപ്പോൾ അന്ന് ഈ ഇസ്രായേൽ ദൈവത്തോട് മോശ ചോദിച്ചു, കർത്താവേ വെള്ളമില്ല, എന്ത് ചെയ്യണം? അന്ന് പറഞ്ഞത്, ഞാൻ ഹോറേബിൽ പാറമേൽ നിൽക്കും, നീ ആ പാറ അടിക്കണം. കൃത്യമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്, നീ അന്ന് നദിയുടെ നേരെ നീട്ടിയ അതേ വടി. എന്ന് വെച്ചാൽ പുതിയ വടിയൊന്നും വെട്ടണ്ട. ഇത് നമുക്കുള്ള പ്രശ്നം ഇതാ, നമ്മൾ പുതിയ വടി വെട്ടാൻ നടക്കുക, അതാണ് വിഷയം. പുതിയ വടി വേണ്ട, നിൻ്റെ കയ്യിലുള്ളത് മതി. നിൻ്റെ കയ്യിൽ എന്തോ ഉണ്ട്? 5 അപ്പവും 2 മീനും വേണ്ട, ഒരപ്പവും 1 മീനുണ്ടെങ്കിലും ഈ സെയിം അത്ഭുതത്തോടെ നടന്നിരിക്കും. പക്ഷേ കൊടുക്കാനൊരു ബാലം വേണം. ഹോരേബിലെ പാറമേൽ അടിച്ചപ്പോൾ ഈ വടി ഒടിഞ്ഞില്ല. സാധാരണയായിരിക്കും വടിയാണ് ഒടിയില്ലേ, പക്ഷേ
അവിടെ വടി ഒഴിഞ്ഞില്ല, അവിടെ പാറയാണ് പൊട്ടിയത്. 20 ലക്ഷം ജനങ്ങൾക്ക് വെള്ളമൊഴുകിയത് ആ മോശയുടെ ഒറ്റ അനുസരണമാണ്. ഇന്ന് രാവിലെ നമുക്കൊക്കെ, ഞാനായിരുന്നെങ്കിൽ നോക്കിയേനെ, ഏതായാലും വെള്ളമുണ്ടെന്ന് കർത്താവ് പറഞ്ഞു, അത് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഈ വടിയിട്ടടിച്ച ഇത് പൊട്ടുപോകുന്ന എനിക്ക് സംശയമുണ്ട്. ഞാനന്ന് ഗൂഗിൾ ചെയ്തതിന് ഇവിടെ അടുത്ത ആരെങ്കിലും പാറ പൊട്ടിക്കുന്നവരുണ്ടോ. നമ്മുടെയൊക്കെ കുഴപ്പം ഇതാ, നമ്മളിലേക്ക് നോക്കും, നമ്മളത് പകുതി പാർഷ്യലായിട്ട് വിശ്വസിക്കും. പാർഷ്യൽ ഒബീഡിയൻസ് ഈസ് ഡിസൊബീഡിയൻസ്. പാർഷ്യലായ വിശ്വാസമല്ല. പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുന്ന ആ കൊച്ചു ബാലൻ, ആ മോശ ഒന്നും ചോദിച്ചില്ല, പാറമേൽ അടിക്കാൻ പറഞ്ഞാൽ അടിച്ചതേ ഉള്ളൂ. ആ വടിയുടെ പേര് പിന്നീട് ദൈവത്തിൻ്റെ വടിയെന്നായി. മോശ കൊടുത്തു ആ വടി. മോശയുടെ ആകെ ഒരു വടിയേ ഉള്ളായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ കാലം ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, നമ്മുടെ കയ്യിലുള്ളത് കർത്താവിന് കൊടുക്കാൻ നീ തയ്യാറാണോ? ആണെങ്കിൽ നിന്നെ അനുഗ്രഹിക്കാൻ എൻ്റെ ദൈവം വിശ്വസ്തനാ. ഒന്ന് ചേർത്ത് പിടിക്കുവാൻ ആരെങ്കിലും ഉണ്ടോ? എത്ര പേര് ഇവിടെ ഇരിക്കുന്നവർ കാണുമെന്നറിയോ? പുറമേ ചിരിക്കുന്നതായിരിക്കും, പക്ഷേ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട്, മോനെ മകളെ നിനക്ക് വേണ്ടി ഞാനിന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ സ്നേഹത്തോടെ അത് ആക്സെപ്റ്റ് ചെയ്യുന്ന അനേകരുടെ കാണും. നഹൂം പ്രവാചകൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, കൊടുങ്കാറ്റിൻ്റെ നടുവിലും ചുഴലിക്കാറ്റിലും യഹോവയ്ക്ക് വഴികളുണ്ട്. ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് പറ, നഹൂം പ്രവാചകൻ്റെ പുസ്തകത്തിലുള്ള വാഗ്ദാനം നിനക്കൂടുള്ള മകളെ, കൊടുങ്കാറ്റിൻ്റെ നടുവിലും ചുഴലിക്കാറ്റിലും യഹോവയ്ക്ക് വഴികളുണ്ട്. അങ്ങനെയാണെങ്കിൽ നിൻ്റെ ജീവിതത്തിൻ്റെ ഏത് പ്രശ്നത്തിൻ്റെ നടുവിലും ദൈവത്തിനൊരു വഴിയുണ്ട്. ചേർത്ത് പിടിച്ചിട്ടൊന്ന് പറഞ്ഞേ, കണ്ടാലും ലോകാവസാനം വരെ ഞാൻ നിന്നെ ഒരു നാളും തള്ളുകയില്ല എന്ന് പറഞ്ഞ സ്വർഗത്തിലെ ദൈവം എൻ്റെയും നിൻ്റെയും കൂടെ വാഗ്ദത്ത വിശ്വസ്തനാ. അവൻ കൂടെ ഇരിക്കും എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ച് ഞാനൊന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് അനേക ജീവിതങ്ങളിൽ നിന്നും ജീവജലത്തിൻ്റെ നദി ഒഴുകുന്നത് കാണാൻ പറ്റും. നമ്മുടെ ചുറ്റിനുമുള്ള അനേക പേരെ ഒന്ന് തൊടുവാൻ ആ വടി വെച്ച് മോശ നീട്ടിയതുപോലെ, ആ വടി വെച്ച മോശ ഒന്ന് പാറയെ തൊട്ടതുപോലെ നമ്മുടെ കയ്യിലുള്ളത് അത് എന്തുമാകട്ടെ, ഒരു കൊച്ചു പ്രാർത്ഥന ആയിരിക്കാം, ഒന്ന് തൊട്ടാൽ മാറുന്ന അനേക ജീവിതങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ളത് കേരളത്തിൽ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഒരു പരിധിവരെ കൂടുതൽ ക്രിസ്ത്യാനി ഉള്ളതും കേരളത്തിൽ. വിദ്യാഭ്യാസം ഉള്ളതും ലിറ്ററസി ഉള്ളതും കേരളത്തിൽ. ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നതും ഒരു പരിധി കേരളത്തിലാണ്. കാരണം എന്താണെന്നറിയോ? ചേർത്ത് പിടിക്കാൻ ഒരു ബർണബാസ് ഇല്ല. നമുക്കെല്ലാം ഉണ്ട്, ഉപദേശകന്മാരുണ്ട്, നമുക്ക് മിറക്കിൾ വർക്കേഴ്സുണ്ട്, നമുക്ക് രോഗശാന്തി വരക്കാരുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഒന്ന് ചേർത്ത് പിടിക്കുന്ന ഒരു ബർണബാസിനെ കർത്താവ് നോക്കുക. ഒന്ന് ചേർത്ത് പിടിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. എനിക്കറിയാം, ഒരു ക്യാമ്പസ് ക്രൂസൈഡ് വർക്ക് ചെയ്ത ഒരു മോനിച്ചായൻ പറഞ്ഞ കഥ. അവരിങ്ങനെ ക്യാമ്പസിൽ കൂടെ നടക്കും, അവർക്ക് വേണ്ടത് കുഴപ്പന്മാർ പിള്ളേരെയാണ്. അവരിങ്ങനെ നോക്കുമ്പം കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ അദ്ദേഹം ഇങ്ങനെ പോയിട്ട് നോക്കുമ്പോൾ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഒരു ചെറിയ കെട്ടുണ്ട്. അവിടെ ഒരു പയ്യനിരിക്കുന്നു. പുള്ളി ചെന്ന അദ്ദേഹത്തിൻ്റെ ആ മകൻ്റെ അടുക്ക പോയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവനോട് ചോദിച്ചു, മോനെ നിൻ്റെ പേരെന്തുവാ, നീ എവിടെ നിന്നാണ് വരുന്നത്, നീ അവൻ്റെ കാര്യങ്ങളൊക്കെ പതുക്കെ ചോദിച്ചു. അവസാനം പറഞ്ഞു, മോനെ നിന്നെ ദൈവം എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയാമോ എന്ന് ചോദിച്ചു. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പയ്യൻ പൊട്ടിക്കരയാൻ തുടങ്ങി. അവനെങ്ങലടിച്ച് കരഞ്ഞപ്പോൾ പുള്ളി അവനെ ചേർത്ത് പിടിച്ചിട്ട് ചോദിച്ചു, മോനെ എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അങ്കിളെ, ഇന്ന് രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് തിരിച്ചു പോകാനല്ല, എന്നേക്കുമായി ഈ ലോകത്തോട് യാത്ര പറയാനാണ്. അങ്കിളിനെ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞത്. ഒന്ന് ചേർത്ത് നിർത്തിയതുകൊണ്ട് പുള്ളി പറഞ്ഞത് 8 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആ മകനെ കണ്ടു, ഒരു CSIയിലെ ഒരു വൈദികനായി. അനേക ഹൃദയങ്ങളുണ്ട് നമ്മുടെ ചുറ്റിനും. ഒന്ന് ചേർത്ത് നിർത്തിയാൽ ദൈവത്തിൻ്റെ സഭയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുന്നവർ. നമുക്കൊന്ന് ആ ശുശ്രൂഷയിലേക്കൊന്ന്, കർത്താവേ എന്നെ ഒരു ബർണബാസായി നീ ഒന്ന് നിർത്തുമോ? കർത്താവ് ചോദിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, ആർ യു അവൈലബിൾ? ഞാനൊന്ന് നീ അവൈലബിൾ ആണോ? അത്ര മാത്രമേ ചോദിക്കുന്നുള്ളൂ. ആർ യു അവൈലബിൾ? പകുതി കൂടുതൽ ആത്മഹത്യകളിൽ പോകാൻ ഒറ്റ കാര്യം മതി, ഒന്ന് ചേർത്ത് പിടിച്ച് അവരോടൊന്ന് സംസാരിച്ചാൽ മാത്രം മതി. നമുക്കെല്ലാവരുടെയും പ്രശ്നങ്ങളൊന്നും തീർക്കാൻ പറ്റത്തില്ല. ഒരുപക്ഷെ കടബാധ്യതകളാവും, ഒരുപക്ഷെ ഹെൽത്ത് ഇഷ്യൂസ് ആവും, അല്ലെങ്കിൽ ഫാമിലി ഇഷ്യൂസ്, ഇതൊന്നും തീർക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഒന്ന് ചേർത്ത് പിടിച്ച് ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതങ്ങളെ കർത്താവ് തൊടും. നമുക്കെല്ലാം ഉണ്ട്, പക്ഷേ കുറവെവിടാന്നറിയോ? ഒരു ബർണബാസ്. എനിക്കറിയാം, ഒരു ചർച്ചിൽ, ഇവിടെ അല്ല, വേറൊരു ചർച്ചിൽ
ഒരു ലേഡി വന്നു. അന്ന് ഇതുപോലെ പുതുതായിട്ട് വന്ന ആരെങ്കിലും വെച്ചാൽ ആ ലേഡി കൈപൊക്കി. അത് കഴിഞ്ഞ് സാധാരണയ്ക്ക് വരാരെങ്കിലും ചെല്ലുന്ന, പക്ഷെ അന്ന് എല്ലാ ലേഡീസും കൂടെ അന്ന് ലഞ്ചുണ്ട്, അറേഞ്ച് ചെയ്യും. അവർ ആ ടേബിൾ അറേഞ്ച്മെൻറ്റും എല്ലാം കൂടെ പോയി. ഈ ലേഡി ആരും നോക്കിയില്ല. കുറേ കഴിഞ്ഞപ്പോൾ സുനു ചെന്ന് അവരോട് ചോദിച്ചപ്പോൾ അവർ വന്ന് ഷീസ് എ ഡോക്ടർ. അവർ വരുന്നൊരു അക്രോയ്സ ചർച്ചിൽ നിന്നല്ല, അക്രോയ്സ മാർക്കറ്റിൽ നിന്നാണ്. അതുപോലെ തന്നെ ഹസ്ബൻഡ് അനുവദിച്ചാണോ അതോ കാണാതാണോ വന്ന് നടത്തിയത്. 2 കൊച്ചുങ്ങളുമായിട്ടാണ് വന്നത്. കുറേ നേരം അവിടെ നിന്നും അവർ ലഞ്ച് കഴിച്ച് പോയി. പിന്നെ ആ ലേഡി തിരിച്ച ചർച്ചിൽ വന്നിട്ടില്ല. ഈ അനുഭവം ഈ ചർച്ചിൽ വരരുത്. ഇന്നും കൈവക്കിച്ചു. എത്ര പേരുണ്ട് ഇത് കഴിയുമ്പോൾ ചെന്നൊന്ന് അവരോടൊന്ന് സംസാരിക്കുന്നവർ. ഞാൻ ഓർക്കുന്നു 15 വർഷങ്ങൾക്ക് മുമ്പ് പാസ്റ്റർ സാം പറഞ്ഞ് പാറോട്ടോണത്ത് വെച്ച് പറഞ്ഞത്, ഇവിടുത്തെ ലീഡേഴ്സിൻ്റെയും അല്ലെങ്കിൽ പാസ്റ്റേഴ്സിൻ്റെയും ജോലിയല്ല ഇത്. ഇവിടെ 2, 3, 4, 5 വർഷമായിട്ട് നിൽക്കുന്നുണ്ട്. നിങ്ങൾ പോയി അവരോട് പരിചയപ്പെടണം. 15 വർഷങ്ങൾക്ക് പറഞ്ഞ ഇന്നും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എത്ര പേര് പോകും ഇന്ന് പുതിയതായിട്ട് വന്ന ഒരാളെ കാണാൻ? അവരാരും ഒരുപക്ഷെ നിങ്ങളുടെ ചർച്ചിൻ്റെ വലിയ മെസ്സേജൊന്നും കാണാൻ വരുന്നില്ല. ഒന്ന് ചേർത്ത് പിടിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ഇനി വരുന്നില്ല. എത്ര പേർ കഴിയും ഒരു ബർണബാസ് ആകാൻ? കർത്താവ് ബർണബാസിനെ വരച്ച് കാണിച്ചിരിക്കുന്നതിനാ അതുപോലെ ഒന്ന് ചേർത്ത് പിടിക്കാൻ കഴിയും. ബർണബാസിന് വലിയ ശുശ്രൂഷയായി നമുക്ക് കാണുന്നില്ല. പക്ഷേ ബർണബാസ് ചേർത്ത് പിടിച്ചതുകൊണ്ട് കർത്താവിൻ്റെ സഭയ്ക്ക് മുതൽക്കൂട്ടായ 2 പേരെ നമ്മുടെ മുന്നിൽ വരച്ച് കാണിക്കും. ഇന്ന് രാവിലെ കാലം എനിക്ക് ചോദിക്കാൻ ഒറ്റ കാര്യമേ ഉള്ളൂ, ക്യാൻ യു ബിക്കം എ ബർണബാസ്? ഒറ്റ കാര്യം കർത്താവ് ചോദിക്കുന്നുള്ളൂ, ആർ യു റെഡി ടു സറണ്ടർ? നിൻ്റെ കയ്യിലുള്ളത് മതി. നിൻ്റെ കയ്യിലുള്ളത് ഞാൻ അനുഗ്രഹിച്ചോളാം. നിൻ്റെ കയ്യിലുള്ളത് മാത്രം, പുതിയ വഴിയൊന്നും വെട്ടാൻ പോകണ്ട, അത് മതി. ആർ യു റെഡി? ദാറ്റ് ഇസ് ദ ക്വസ്റ്റ്യൻ ടുഡേ. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം ഒരു നിമിഷം. കർത്താവേ, നിൻ്റെ കാര്യങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഒരു ബർണബാസാകാൻ ഞങ്ങൾക്ക് കൃപ തരണം. കർത്താവെ, സഭയിൽ മറ്റുള്ളവരെ ഒന്ന് ചേർത്ത് പിടിക്കുവാൻ, കർത്താവെ ഞങ്ങൾക്ക് വെളിയിലൊന്ന് ചേർത്ത് പിടിക്കുവാൻ, നിൻ്റെ രാജ്യത്തിന് വേണ്ടി അവരെ ഒന്ന് കർത്താവെ ഒന്ന് ഒരുക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണം. ഞങ്ങളെ തന്നെ ഏൽപ്പിച്ച് സമർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ. ഇന്ന് കേട്ട ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സന്ദേശം മറ്റു ചിലർ കൂടി ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് അനുഗ്രഹമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ അത് കാരണമായി തീരും. ഗോഡ് ബ്ലെസ് യു.